ഗൈസ്, ഇപ്പോൾ ഗൂഗിൾ ബ്രാൻഡിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം. എന്തായാലും നമ്മൾ അതിനെപ്പറ്റി കുറച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതേ മേളിൽ കൊടുത്തേക്കാം, ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വീഡിയോ മെയിനായിട്ടും ബ്രാൻഡിനെ പറ്റി തന്നെയാണ്. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ ബ്രാൻഡിനെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ആ ഒരു ബ്രാൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അതിനനുസരിച്ചുള്ള സാധനം കിട്ടും, അത്രേ ഉള്ളായിരുന്നു ആ ഒരു ബ്രാൻഡിൽ. ഇനി മുതൽ നിങ്ങൾക്ക് ബ്രാൻഡിൻ്റെ ആ ഒരു റെഫറൻസ് ലിങ്ക്, അതുപോലെ തന്നെ ആ ഒരു ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തിൻ്റെ ഇമേജ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു ഇമേജ് അവിടെ കാണിക്കും. അതുപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള ആ ഒരു റെഫറൻസ് ലിങ്കും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൈസായിട്ട് ചെറിയ രീതിയിലൊരു ഇമേജ് ജനറേഷൻ പോലെ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രോംപ്റ്റ് സെലക്ഷനും കാര്യങ്ങളാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രിസൈസ് ലൊക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൊക്കേഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ താഴെ എൻ്റെ ആ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രം കൊച്ചി എന്നൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാം. അതായത് കൊച്ചിയിലെ ബെസ്റ്റ് ഫുഡ് സ്പോട്ട്സ് ഒക്കെ ഏതാണെന്നൊക്കെ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ പല സൈറ്റിൽ നിന്നും ആ ഒരു ഇൻഫർമേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നല്ല യൂസ്ഫുൾ ആണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് സെറ്റപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ട്രിപ്പ് എല്ലാം പോകണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഏതാണെന്നൊക്കെ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നൈസായിട്ട് നിങ്ങൾക്ക് ആ ഒരു സെർച്ച് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് ആക്യുറേറ്റ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ആക്യുറേറ്റ് ആണ്, ചില സമയത്ത് ആക്യുറേറ്റ് അല്ല. ഓക്കെ, ചില സൈറ്റ്സൊക്കെ അതിനകത്ത് കാണിക്കുന്നത് വരാനും ലോഡ് ചെയ്യാനും കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ കിട്ടും, മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊരു അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്ത് ആ ഒരു ഇമേജ് ജനറേഷൻ, അതായത് അഡോബിൻ്റെ ആ ഒരു ഫയർഫ്ലൈയുടെ ഇൻ്റഗ്രേഷൻ വെച്ചിട്ടുള്ള ആ ഒരു ഇമേജ് ജനറേഷൻ നിങ്ങൾക്ക് ബ്രാൻഡിൽ വരുന്നതാണ്. ഇനിയിപ്പം അഡോബിൻ്റെ ആ ഒരു ഫയർഫ്ലൈ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാത്തിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കണ്ടാൽ മതി. ഓക്കെ, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ അതാണ് ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു ഫീച്ചറിനെ പറ്റി പറയാനായിട്ട്. ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രോംസും അതുപോലെ തന്നെ ആ ഒരു റെഫറൻസ് ലിങ്ക് ചെറിയ രീതിയിൽ ഇമേജൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലേക്ക് തന്നെ പറയാനുള്ളത് ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടിപ്പ് ആയിട്ട് കാണാം.